السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد, നാം അവർക്ക് നൽകിയതിന് അങ്ങനെ നന്ദികേട് കാണിക്കുന്നു. അതിനാൽ നിങ്ങൾ സുഖിച്ചുകൊള്ളുക. അതിൻ്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ പിറകെ അറിയാനിരിക്കുന്നു. വിപത്ത് വരുമ്പോൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അത് നീങ്ങിക്കിട്ടിയാൽ അവനോട് പങ്കു ചേർക്കുകയും ചെയ്യുന്നു. ഈ വിഭാഗം, ഇങ്ങനെയുള്ള വിഭാഗം മനുഷ്യവർഗത്തിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. രക്ഷിക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ടാണ് മനുഷ്യപ്രകൃതി അനുസരിച്ച് വിഷമഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് തിരിയുന്നത്. എന്നാൽ വിപത്തുകൾ നീങ്ങി ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകുമ്പോൾ അള്ളാഹുവുമായുള്ള അതിൻ്റെ ബന്ധം ദുർബലമാകുകയും ബഹുദൈവത്വത്തിൻ്റെ വിവിധ രൂപങ്ങൾ, അവ ചിലപ്പോൾ ദൈവം എന്ന പേരില്ലാത്ത ആചാരങ്ങളും മൂല്യങ്ങളും ഒക്കെ ആവാം, അവരിൽ നിന്ന് പുറത്തു വരുന്നു. എന്നാൽ വിഷമഘട്ടത്തിൽ പോലും അള്ളാഹുവിലേക്ക് തിരിയാതെ രക്ഷയ്ക്കും സഹായത്തിനും വേണ്ടി മറ്റ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് തിരിയുന്നവരുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ പ്രകൃതം പോലും അങ്ങേയറ്റം ദുഷിച്ചു കഴിഞ്ഞു എന്നാണ്. അത്തരം സൃഷ്ടികൾക്കൊരു പക്ഷേ അള്ളാഹുവിൽ നിന്ന് തന്നെ ലഭിച്ച കഴിവുകളുണ്ടെന്ന് അവരുടെ ന്യായം അവരെ രക്ഷിക്കുകയില്ല. ചിലപ്പോൾ അത്തരം ന്യായങ്ങളില്ലാതെ പോലും രോഗശാന്തിക്കും ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും മറ്റ് ശക്തികളെ ആശ്രയിക്കുന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ അല്പം സുഖിച്ചുകൊള്ളുക, ഇതിൻ്റെയൊക്കെ ഫലം നിങ്ങളിതാ അറിയാൻ പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ശിർക്കൻ പരിപാടികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.